സോ വെൽക്കം ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, നമ്മൾ കുറച്ചൊക്കെ വീട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദിവസം വീഡിയോ ഇല്ലാനെന്ന് വെച്ചാൽ ഗായ്സ് ഇച്ചിരി പനിയായിരുന്നു ഗായ്സ്. ഇപ്പം നമുക്ക് ഇച്ചിരി പനി കുറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയാമായിരിക്കും പനിയുടെ, അതിനാൽ സൗണ്ടിനൊക്കെ പോരായ്മകൾ കാണും ഗായ്സ്. നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കണം ഗായ്സ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബട്ട് ഗെയിം പ്ലേ ഒരു പ്രശ്നമില്ലായിരിക്കും ഗായ്സ്, അത് ഞാൻ ഉറപ്പ് വരുന്നു ഗായ്സ്. രാവിലെ ആയിട്ടുണ്ട് ഗായ്സ്. എൻ്റെ വീട് അപ്ഗ്രേഡ് ചെയ്തൊക്കെ ഞാൻ കാണിക്കാം. ആദ്യം മണ്ടവശത്ത് ഞാനിങ്ങനെ ചെറിയൊരു ടെറസ് കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ ഗായ്സ്, ഇച്ചിരി വായ്പുണ്ട്. ഞാനത് ഒരു വില്ലേജറിൻ്റെ കണ്ടയാണ് ഗായ്സ്. പക്ഷെ വില്ലേജർ ഇങ്ങനൊന്നും അല്ല ഉണ്ടാക്കി, ഇത് എൻ്റെ ഐഡിയ ഉണ്ടാക്കിയതാണ്. പിന്നെ താഴെ അപ്ഡേറ്റ് ആക്കിയെന്ന് വെച്ചാൽ ഇതുണ്ട്, കോബിൾ സ്റ്റോൺ ആയിരുന്നു മറ്റേതും. അത് നമ്മൾ പൊട്ടിക്കാത്ത കൊണ്ടായിരുന്നു വേറൊരു രീതിയിരുന്നേ. നമ്മൾ പൊട്ടിച്ച് വെച്ചപ്പോൾ ഇച്ചിരി ഐശ്വര്യമില്ല ഗൈസ്. ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫുഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട് വീടിൻ്റെ ഇവിടെ. എന്നല്ല അല്ലേ ഗൈസ്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ പശുവിൻ്റെയും ആടിൻ്റെയും 2 ആടിനെ കൊണ്ടുവന്നേ ഗൈസ്. ഞാൻ ഒരു വീറ്റ് കൊണ്ടുവന്നിട്ട് അതിന് കൊടുത്തു ഗൈസ്. പിന്നെ അത് ബ്രീഡായിട്ടുണ്ട് ഗൈസ്, കുറേ ആയിട്ട് ബ്രീഡായിട്ടുണ്ട്. ഈ കൗവിനേക്കാൾ നമുക്ക് ആവശ്യം ഷീപ്പാണ്. കൗ ആകെ ഒരെണ്ണേ ബ്രീഡായിട്ടുള്ളത്, വളർന്നു. ഷീപ്പുണ്ട് ഗൈസ്, കുറേ ഉണ്ട്. ഒരു കോഴി എങ്ങനെയോ കയറിയിട്ടുണ്ട്, അതിനെ നമുക്ക് തട്ടണം. ഇപ്പം സമയമില്ല ഗൈസ്. ഈ സംഭവമൊക്കെ എവിടുന്നാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ വീറ്റ് ഫാമിൽ നിന്നാണ് ഗൈസ്. ഞാൻ വീറ്റ് ഫാമിലോട്ട് കൊണ്ടുപോവാം. നെതറിൽ പോകുന്നതെന്ന് വെച്ച് ഞാൻ വലിയ ഇതിനൊന്നുമല്ല പോകുന്ന ഗൈസ്. ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ പോവാം. അവിടെ പോയിട്ട് വല്ല എനിക്ക് എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ട് വല്ലതും പൊട്ടിച്ചോണ്ടിങ്ങ് വരും ഞാൻ. അത്രേ ഉള്ളൂ. അവിടുത്തെ ആ വീറ്റ് ഫാം ഇപ്പം കാണിച്ചില്ലേ, ആ വീറ്റ് ഫാമിൽ നിന്നാണ് നമ്മൾ വീറ്റ് എടുക്കുന്നത്. പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ഒന്നും അല്ല, ഒരു ചെറിയൊരു ഫാം ഉണ്ടാക്കി, 2 വില്ലേജറിനെ വെച്ച്. അയ്യോ, അത് എന്നാ പാടുപെട്ട റെയിൽ വെച്ച് പോയെന്നറിയോ. ഞാൻ ഇപ്പോഴായിരുന്നു അറിയുന്നത്. ഏതാണ്ട് ഇവിടെ കൂടെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ ഐലൻഡിലോട്ട് വരാം. റെയിൽ വെച്ച് വന്നപ്പോഴാണ് നമ്മൾ സ്ഥലം വന്നൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ആയിരുന്നു പാട്. ഇവിടെ പിന്നെ ബോട്ട് വെച്ച് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മുടെ അത്രയും കൊണ്ടുവരുള്ള ഇതൊന്നും ഇല്ലായിരുന്നു റെയില്. പിന്നെ നമ്മൾ വീണ്ടും ചെറിയൊരു മൈനിങ്ങിന് പോയായിരുന്നു ഗൈസ്. ഇതുവരെ ഇത് വർക്കാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്, ട്യൂട്ടോറിയൽ വീഡിയോ. ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ബോൺ മെയിൽ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ ഒരു വില്ലേജർ നമ്മളുണ്ടാക്കിയ ഫാമല്ല, അവർ തന്നെ ഉണ്ടാക്കിയൊരു ഫാമില്ല ഗൈസ്. ആ ഫാമിൽ നിന്നാണ് ഗൈസ്. ഈ കമ്പോസ്റ്ററിനകത്ത് അവർ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലിഞ്ചഡ് സ്റ്റീലുണ്ട്. എന്തോ തിന്നാണ് ഗൈസ്. നെതർ പോകാം ഗൈസ്. നെതർ നമ്മളങ്ങനെ അപ്ഗ്രേഡ് ആക്കി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഈ കമ്പോസ്റ്ററിൽ നിന്നാണ് ഗൈസ് എടുത്തത്. ഇപ്പം തന്നെ ലാവയിലൊന്നും ആവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നാൽ ഗ്ലാസ് നല്ല സ്ഥലത്തെല്ലാം ചെന്നാൽ മതിയായിരുന്നു. മൈൻക്രാഫ്റ്റിലെ നരകമല്ലേ, നരകം നല്ല നരകം ഞാൻ ലാവയ്ക്കകത്ത് വീണം. നരകം നല്ലതാവണോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. ഞാൻ ലാവേ വീണെന്നെങ്കിൽ ഇപ്പം കത്തമായേനെ ഗൈസ്. ഈ നെതർ ഇങ്ങനെ അങ്ങ് ഇരിക്കുമല്ലായിരുന്നു ഗൈസ്. ഒരു 2-3 ബ്ലോക്കിൻ്റെ വ്യത്യാസവും 3 ബ്ലോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നെതർ ബ്ലോക്കിൻ്റെ ഗൈസ്. അത് നമ്മൾ ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ കയറിയപ്പം കിട്ടിയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. ഡയമണ്ടൊക്കെ കിട്ടിയ ഒരു വില്ലേജറിൻ്റെ ടെസ്റ്റിനകത്ത് നിന്ന് കിട്ടിയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും.
നെതറി എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മളിനി എങ്ങനെ ഇറങ്ങുന്ന നേരെ അങ്ങ് പോയാൽ മതി. ഞാൻ ആകെ എൻ്റെ ഒരു ടെക്സ്ചർ കണ്ടിട്ടേ ഉള്ളൂ. ഈ നെതറിൻ്റെ ഒന്നുമില്ല, കേവ് ലൈഫ് കളിച്ചപ്പോൾ ഉള്ളേ. നെതറി കയറിയപ്പം ചെറിയൊരു സ്ലോ ആണോ സ്റ്റെക്കാണ്. കാസ്റ്റ് ചത്ത് 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 ചത്ത്. ഫുഡ് നമ്മൾ കുറേ എടുത്തിട്ടില്ല. ഈ ഗാസ്റ്റ് ഭയങ്കര പാടാണ് കേട്ടോ. പാവത്തിൻ്റെ കൂട്ട സൗണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ കയ്യിൽ പത്രക്കൊന്നുമല്ല കേട്ടോ ഗൈസ്. ഇവിടെ നമ്മളിപ്പോൾ എന്തോ എടുക്കും? വെറുതെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ സ്ട്രാറ്റജിക്ക് പറ്റിയതല്ല. നമ്മൾക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഓടിപ്പോയി ഗാസ്റ്റ് കാണാതെ അങ്ങോട്ടും ഓടിപ്പോയാൽ പിന്നെ വിഷയമില്ല. ഇവിടെയൊക്കെ കണ്ടോ ഗൈസ്, കുറേ സ്കെലിറ്റൻസ് ഒക്കെ ഉണ്ട്. കാസ്റ്റ് കുറേ സ്കെലിറ്റൻസ് ഉണ്ട്. സ്കെലിറ്റൻസ് ഇങ്ങോട്ടൊന്ന് ഒരു ഫൈറ്റൊക്കെ ചെയ്തിട്ടങ്ങ് പോവായിരുന്നു. അങ്ങനെങ്കിലും ഇത് പറയാമായിരുന്നല്ലോ. അതുപോലെ നമുക്ക് അങ്ങോട്ട് വല്ല ഓടി പോവാം ഗൈസ്. ഓടിയല്ലേ ഗൈസ്. കാസ്റ്റ് നിങ്ങളല്ലേ. സ്പീഡും ഇല്ല കുന്തത്തിന്. ഇതേ ഇടാം. മഷ്റൂം ഇതെന്തോ സൈസ് മഷ്റൂമാ. ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണോ വേറെ എന്തോ മഷ്റൂമാണോ എന്തോ എന്നറിയത്തില്ല. ചെറിയൊരു ചുമന്ന മഷ്റൂം. കേവ് ലൈഫ് കണ്ടവർക്കറിയാം. നെതറിപ്പോയപ്പോൾ അവൻ പൊട്ടിച്ചുകൊണ്ട് വന്നായിരുന്നു കുറേ സാൻഡും. ഇത്ര സാൻഡ് അതുകൊണ്ട് നമുക്കിത് പൊട്ടിക്കാം. എന്നിട്ട് അവനോട് ചോദിക്കും ഇതിൻ്റെ ആവശ്യം എന്തുവാന്ന് അറിഞ്ഞിട്ട് നമുക്കും അങ്ങ് ശരിയാക്കാം. നമ്മുടെ വീട്ടിൽ കുറച്ച് ഇത്ര ഡേർട്ട് കൊടുക്കാം ഗൈസ്. ഇത് ഡേർട്ടാണോ എന്തുവാന്ന്? ഇത്രയും മതിയോ? ഇച്ചിരിയും കൂടെ ഏറെ എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ വെള്ളിയിലോട്ട് പോവാം. ഇത് മതിയാവോ ഗൈസ്? മഷ്റൂം ഒരു 10 എണ്ണം എടുക്കാം നമുക്ക്. എന്തായാലും ഞാൻ ഇനി ഈ നെതറിലൊക്കെ മറ്റുള്ളവരൊക്കെ പോയിട്ടുള്ളതൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് നമ്മളൊരു കിടുക്കാച്ചി പരിപാടി ചെയ്യുന്നുണ്ട്. മാഗ്മയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് ലക്കുണ്ടെങ്കിൽ നെതറിൽ നമുക്ക് ചാവാതെ വിളിച്ചില്ല. ഇനിയും വരുമ്പം നമ്മളൊരു ചെസ്റ്റും കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് ഗൈസ്. എന്നിട്ട് നമ്മൾ ചാവുമെന്ന് ഉറപ്പാകുമ്പം ചെസ്റ്റിനകത്ത് സാധനം എടുത്ത് വെച്ചിട്ട് ചാവും ഗൈസ്. ഇവിടെ ബോട്ടിൽ മഷ്റൂം ഇത്ര മഷ്റൂം മതിയോ? 11 മഷ്റൂം ഉണ്ട്. നമുക്ക് പോയേക്കാം ഗൈസ്. ചാവാതെ അങ്ങ് ചെന്നാൽ മതിയായിരുന്നു. എൻഡർമാനൊക്കെ ഉണ്ട് ഗൈസ്. ഗാസ്റ്റ് വരുന്നെന്ന് തോന്നുന്നു ഗൈസ്. പടന്ന് വിളിച്ചില്ല ഗോസ്റ്റ്. ഇനിയും വരുമോ? ഇത് ബെഡ് റോക്കാണ്. ചിലപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് ചത്തിട്ടായിരിക്കും ചെല്ലുന്നത്. അതൊക്കെയാണ് വിഷയം. ഗൈസ്, നമ്മളങ്ങനെ ചാവാതെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനിങ്ങനൊന്നും അല്ലായിരുന്നു വിചാരിച്ചത്. കേവ് ലൈഫിൽ ബഡ് ഗൈസ് പോയപ്പോൾ മാഗ്മയാണെങ്കിൽ ഇറങ്ങാൻ പോലും ഇവിടെ സമ്മതിക്കത്തില്ലായിരുന്നു. അത് പക്ഷെ നിങ്ങൾക്ക് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. അവൻ കളിച്ച നെതറിപ്പോയത് മാത്രം നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളെന്ന് തോന്നുന്നു. ഇതുകൊണ്ടങ്ങ് വീട്ടിൽ ചെന്നാൽ മതിയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് വെച്ച് ചത്തുപോലിയോ ഗായ്സ്. ചത്തു എന്നുള്ള പേടിയും കൊണ്ടാന്ന് തോന്നുന്നു ഗായ്സ്. എനിക്ക് ചോന് കയറാൻ പോലും പറ്റുന്നില്ല.
എന്തായാലും നമ്മൾ ഈ വേൾഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. മറ്റ് യൂട്യൂബേഴ്സിനെ കണ്ട് എന്നെ താരതമ്യം ചെയ്യില്ല ഗൈസ്. ഞാൻ ഒരു ന്യൂബാണ് ഗൈസ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ മൈനിങ്ങിന് ഇവിടെ വന്നതാണ്. വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. 2 അയണെങ്കിലും എടുത്തിട്ട് പോകണം ഗൈസ് ഇവിടുന്ന്. കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം കുറേ സോംബീസൊക്കെ ഉണ്ട്, പിന്നെ വരാം. ഇവിടെ അടുത്തൊന്നും കുറേ അയണൊന്നുമില്ല, അതുപോലെ ഫുഡൊന്നുമില്ല ഗൈസ്. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഡയമണ്ട് കിട്ടാതെ ഞാൻ പോകത്തില്ല ഗൈസ്. അടുത്ത എപ്പിസോഡ് കുറേ ടോർച്ചും കൊണ്ടൊക്കെ വരാം. ടോർച്ചും ഇപ്പോൾ 2 അയൺ കിട്ടിക്കഴിഞ്ഞാൽ 3 അയൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാകാൻ തോന്നുന്നു. അയൺ പിക്കാക്സ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കയറി പോകുന്നില്ല ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി വെച്ചായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് ഗായ്സ് വീഡിയോ. ഞാൻ മണ്ടയ്ക്ക് കയറി പോകുന്നില്ല. അതുകൊണ്ട് ഗായ്സ് 3 അയൺ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.